ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഈ പേജിലൂടെ ഈ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. മഹാപരിശുദ്ധനാദൈവമേ, വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല വൈകിയ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ശനിയാഴ്ച ബൈബിൾ ക്ലാസ് ആയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അവസരം തന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ സ്നാനമെന്ന സഭയുടെ ഉപദേശം, അപ്പോസ്തോലിക ഉപദേശം, കർത്താവെ സ്തോത്രം, കൈക്കൊള്ളുവാൻ, അത് അംഗീകരിക്കുവാൻ അനേകരെ പ്രാപ്തരാക്കണമേ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ സ്നാനത്തെ കർത്താവ് എതിർക്കുന്നവർ ചിലരുണ്ടല്ലോ, അവരെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അബദ്ധ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കർത്താവെ അവിടുന്ന് ഓർക്കണമേ ദൈവമായ കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, അബദ്ധ ഉപദേശങ്ങൾ പരക്കാതെ സത്യം ജനം അറിയുവാൻ തക്കവണ്ണം, സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ചർച്ച ചെയ്യുന്ന, ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളെ അവിടുന്ന് ലോകമെമ്പാടും ഉപയോഗിക്കണമേ കർത്താവെ. ഞങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ ഇത് ചെയ്യുമ്പോൾ അനേകർ ഇത് കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, സത്യം ഗ്രഹിക്കുവാൻ, അനേകരുടെ ഹൃദയത്തിൽ ഇതിനുള്ള വാഞ്ച ഉണ്ടാകുവാനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ക്ലാസ്സിലുടനീളം അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കണപ്പാ പിതാവേ. പ്രാർത്ഥന കേട്ടികൾ സ്തുതിക്കുന്നു യേശു കർത്താവിന്റെ തിരുനാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തുടങ്ങി വെച്ച വിഷയമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനവും അനുബന്ധ അടയാളങ്ങളും. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച അവസാനം പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തില് എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം, അത് നമുക്ക് ആരോട് ചോദിക്കണം? സ്നാപകനോട് ചോദിക്കാം, അത് ഏറ്റവരോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ സ്നാപകനോട് ചോദിച്ചു, അത് ഏറ്റവരോട് ചോദിച്ചു. സ്നാപകൻ പറഞ്ഞു, ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും, ഉയരത്തിലെ ശക്തി പ്രാപിക്കും. ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് ലോകമെമ്പാടും നിങ്ങൾ എൻ്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കും. ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നതുകൊണ്ട് സ്നാപകൻ അർത്ഥമാക്കുന്നത്. ഇനി സ്നാനം ഏറ്റവര്, അതേക്കുറിച്ച് എന്താണ് സാക്ഷ്യപ്പെടുത്തത്, എന്താണ് കണ്ടത്, അവരെന്താണ് ചെയ്തത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് യേശു കർത്താവ് പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരും അത് കാണുകയാണ്. എങ്ങനെയാണ് അവർ അവിടെ കൂടിയിരിക്കുമ്പോൾ അവരിരുന്ന മുറി മുഴുവൻ നിറച്ചു, പിളർന്ന അഗ്നിനാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ഇവിടെ സംഭവിച്ചതെന്താണ്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. 1. 2, പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാനായിട്ടൊരു ഭാഷ നൽകി. ഓരോരുത്തർക്കും ഓരോ ഭാഷ നൽകി. ആ ഭാഷയിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും തുടങ്ങി. അതിന് അന്യഭാഷ എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ മൂന്നാമതെന്താ സംഭവിച്ചത്? അവർ ശാക്തീകരിക്കപ്പെട്ടു. അന്ന് വരെ വെറും മുക്കുവരെന്ന് ജനം കരുതിയിരുന്നതായ അപ്പോസ്തലന്മാർ ആ ജനത്തിന്റെ നടുവിൽ എഴുന്നേരുന്നു. അതിൽ പത്രോസ് ആ കടന്നു വന്ന എത്ര 10,000 ഉണ്ടായിരിക്കാം. കാരണം അതിൽ 3000 പേര് അവർ പറഞ്ഞതെല്ലാം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് സ്നാനപ്പെട്ടു. അപ്പോൾ എത്ര ആൾക്കാർ, എത്ര അധികം ആൾക്കാർ ഉണ്ടായിരിക്കണം അവിടെ. അത്രയും പേരോട് പത്രോസ് സംസാരിക്കുകയാണ്. ഈ സംഭവിച്ചതൊക്കെ എന്താണ്? എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ച് പറഞ്ഞ കാര്യമാണ്. പിതാവായ ദൈവം യോവേൽ പ്രവാചകനിലൂടെ ദൈവമക്കൾക്ക് നൽകിയ വലിയ വാഗ്ദത്തമാണ്. അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും, എന്ന് വെച്ചാൽ ഒരാൾ പോലും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ, എൻ്റെ ആത്മാവിനെ പകരും, അവർ പ്രവചിക്കും. ഇതാണ് ഒന്നാമത്തെ അടയാളം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് നിർത്തിയപ്പോൾ ഒരു കാര്യം പറഞ്ഞാ നിർത്തിയത്. അവർ പ്രവചിച്ചോ? ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർ പ്രവചിച്ചോ? പ്രവചിച്ചു. അതാണ് പത്രോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന്
അവിടെ കൂടി നിന്നോട് പ്രസ്താവിക്കുന്നത് ഇത് യോവേൽ പ്രവാചകൻ അരുളി ചെയ്തതാണ്. പരിശുദ്ധാത്മാവ് നോക്കിയേ, ഞങ്ങളുടെ ജഡത്തിന്മേൽ വന്നു, ഞങ്ങൾ പ്രവചിച്ചു. ഇനി എന്താണ് പ്രവചനം എന്ന് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. കാരണം അവിടെ അന്യഭാഷയാണ് പറയപ്പെട്ടത്. അതും ഏകദേശം 10-18 വിവിധ ഭാഷക്കാരായ ആൾക്കാർ ദൂരെ നിന്ന് വന്നവർ അത് കേട്ട് അവരുടെ ഭാഷയിൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇവർ സംസാരിച്ച് എന്തുമായിക്കൊള്ളട്ടെ, അവർ അവരുടെ ഭാഷയിൽ കേട്ടു. അത് മാത്രം നമുക്കറിയാവുന്ന. ഇവർ ഇന്ന ഭാഷ പറഞ്ഞു എന്നൊരിടത്ത് എഴുതിയിട്ടില്ല. കേട്ടവര് അവരുടെ ഭാഷയിൽ കേട്ടു. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ അതിന്റെ വാച്യാർത്ഥങ്ങൾ തന്നെ എടുക്കണം. പലയിടത്തും ആലങ്കാരിക ഭാഷയുണ്ട്, അത് വേറെ, ഉപമകളുണ്ട് വേറെ. പക്ഷേ ടെക്സ്റ്റുവൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ കാര്യം നേരിട്ട് എഴുതിയിരിക്കുന്ന ഒരു ദൃക്സാക്ഷി കണ്ട് എഴുതുകയാണ്, അല്ലെ അനുഭവിച്ചവർ അവരുടെ അനുഭവം വിവരിക്കുകയാണ്. അതിനെ നമ്മൾ ടെക്സ്റ്റുവൽ മീനിങ്ങിൽ മാത്രമേ എടുക്കാവൂ. അല്ല നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയോ അതിനെ വ്യാഖ്യാനിക്കുകയോ ചെയ്യരുത്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലും പ്രത്യേകമായി പറഞ്ഞത്. ഒരു വിഷയത്തെക്കുറിച്ച് യേശു ക്രിസ്തു നേരിട്ട് ഒരു കാര്യം പ്രസ്താവിച്ചുവെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു വാക്യം അടിസ്ഥാനമാക്കി വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ച് ആ വിഷയം പഠിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇത് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാ. യേശു കർത്താവ് അത് ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർക്കെല്ലാം അതിനുള്ള അധികാരമുണ്ട്. ആ അധികാരം കർത്താവ് കൈമാറിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോയത്. ഇത്രയും യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും അതിനെ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? അല്ലെങ്കിൽ അത് മനസ്സിലായില്ല, കുറച്ചുകൂടെ മനസ്സിലാകാനുണ്ട്, ഞാൻ കുറെ വാക്യങ്ങൾ വ്യാഖ്യാനിച്ച് അത് പഠിച്ചുകൊള്ളാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? യേശു കർത്താവ് നേരിട്ടല്ലേ പറഞ്ഞത്? എത്ര വ്യക്തമായിട്ട് അവിടെ പറഞ്ഞത് ഓരോ കാര്യങ്ങൾ. യേശു കർത്താവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എത്ര ക്ലിയർ ആയിട്ട് ഉപമകളാൽ പറഞ്ഞത് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് ഉപമകളാൽ പറഞ്ഞിട്ടുണ്ട്, അലങ്കാരത്താൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാകാൻ സാധിക്കുന്നതായ, ഉദാഹരണത്തിന് ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിപ്പിക്കപ്പെടുകയും 3-ാം ദിവസം അത് പണിയപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് അത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. അത് വ്യാഖ്യാനിച്ച് തന്നെ മനസ്സിലാക്കണം. കാരണം അതൊരു പ്രവചനം കൂടെയാണ്. അത് പ്രവചന ഭാഷയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ യേശു കർത്താവ് നേരിട്ട് പറയുന്നത്, ഉദാഹരണത്തിന്, ഞാൻ പോകുന്നു, പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര പ്ലെയിൻ ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവ് സ്നാനത്തെക്കുറിച്ച് യേശു കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റുവൽ മീനിങ് എടുക്കേണ്ടത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങളുടെ മേൽ ഞാൻ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കപ്പെടും, നിങ്ങൾ എന്റെ സാക്ഷികളായിട്ട് പിന്നീട് കൊണ്ട് ജീവിക്കും. ഇതിനകത്ത് എന്ത് സംശയം, ആർക്കെന്ത് സംശയമാവേണ്ടത്? ഇനി എന്തിനാ വേറൊരു വാക്യം, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു വാക്യം വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് മറിച്ചിട്ട് തിരിച്ചിട്ട് അതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനമെന്ന് എന്തിനാ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിച്ച കാര്യം. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ എന്താണ് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അത് മനസ്സിലാക്കി അത് പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും പരിശുദ്ധാത്മാവിൽ സ്നാനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, അഥവാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു അടയാളത്തോടു കൂടി അത് പ്രാപിച്ചിട്ടില്ല എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കണം. പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് വ്യക്തമായ അടയാളമുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് പഠിക്കും. പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് വ്യക്തമായ അടയാളം, ഏറ്റവും ആദ്യത്തെ അടയാളമാണ് പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് സ്വന്തം ഭാഷയിലാകാം, അന്യഭാഷയിലാകാം. അന്യഭാഷയിൽ അത് പറയുമ്പോൾ 1 കൊരിന്ത്യർ 14 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കണം. വ്യാഖ്യാനിക്കുവാൻ അവിടെ ആരുമില്ല എങ്കിൽ നിങ്ങളുടെ സ്വസ്ഥതയിലിരുന്ന്, നിങ്ങളുടെ സ്വകാര്യതയിലിരുന്ന് നിങ്ങളും ദൈവവും തമ്മിൽ സംസാരിക്കുക. ഇനിയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു എന്താണ് ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവരുടെ നാവിന്റെ മേൽ കൊടുത്ത അന്യഭാഷകളിൽ സംസാരിച്ചു എന്നത് പ്രവചനമാണെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി അത് വ്യക്തമാക്കുക ഇപ്പോൾ കേൾക്കുന്നവർക്ക് വേണ്ടി. പ്രവചനം എന്ന മലയാളത്തിലെ ആ പദവും പ്രോഫറ്റിയ എന്ന ഗ്രീക്ക് പദവും തെറ്റായിട്ടാണ് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ തർജ്ജമയിലുള്ള പിശക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.
മലയാളത്തിലുള്ള പ്രവചനം എന്ന് പറയുന്നത് പ്രവചനം, വരുവാനുള്ളതിനെ മുൻകൂട്ടി വചിക്കുക, പറയുക. ഇതാണ് പ്രവചനം. എന്ന് വെച്ചാൽ ഭാവി പറച്ചിൽ, ഇതാണ് പ്രവചനം. ഗ്രീക്ക് ഭാഷയില് പ്രോഫെറ്റിയ, പ്രോ എന്ന് പറഞ്ഞത് മുന്നുള്ളത്, വരുവാനുള്ളത്, ഇനിയുമുള്ളത്, മുമ്പോട്ടുള്ളത്. ഫെറ്റിയ, സംസാരിക്കുക. മലയാളത്തിലെ കൂട്ട് തന്നെ വരുവാനുള്ളത് സംസാരിക്കുക അഥവാ ഭാവി പറയുക. ഈ ഭാവി പറച്ചിലിനെയാണ് ഗ്രീക്കിലും ഈ ലോകത്തുള്ള മറ്റു ഭാഷകളിലൊക്കെ പ്രവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം മൂലഭാഷയായ ഹെബ്രായ ഭാഷയിലും അതുപോലെ തന്നെ അരമായ ഭാഷയിലും പറയുന്ന വാക്കുകൾ, പ്രവചനത്തിന് പറയുന്ന വാക്കുകൾ ഇതൊന്നുമല്ല. ഭാവി പറച്ചിൽ എന്നൊരർത്ഥമേ ഇതിനില്ല. മൂന്ന് അർത്ഥമാണ് പ്രവചനമെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന് മൂല ഭാഷയിലുള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒന്ന് നബായ. എന്താണ്? പരിശുദ്ധാത്മാവ് ഒരാളെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് സംസാരിക്കുന്നത്, ദൈവാത്മാവിന്റെ പ്രേരണയിൽ സംസാരിക്കുന്നതിനെയാണ് നബായ എന്ന് പറയുന്നത്. നറ്റാഫ് എന്താണ്? ഈ നബായക്ക് വേറൊരർത്ഥം കൂടെ ഉണ്ട്. നുരയുക, പതയുക, ഉള്ളിൽ നിന്ന് നുറഞ്ഞു പൊന്തി വരും. ദൈവാത്മ പ്രേരിതമായിട്ട് വാക്കുകൾ ഹൃദയം നിറഞ്ഞിട്ട് വായിലൂടെ സംസാരിക്കും. ഇതാണ് പ്രവചനം എന്ന് പറയുന്നത് മൂലഭാഷയിൽ. രണ്ടാമത് എന്താണ്? നെറ്റാഫ് എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിനെ, പൊഴിയുന്നതിനെ, ചാറ്റൽ മഴയുണ്ടല്ലോ, അതിനെ നെറ്റാഫ് എന്ന് മൂല ഭാഷയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ പൊഴിക്കുക. നമ്മൾ ദൈവാത്മ പ്രേരണയില് ഒരു സ്ഥലത്ത് ചെന്ന് അല്ലെ ഒരു വ്യക്തിയോട് ആ വചനങ്ങളെ അവരുടെ മേൽ പൊഴിക്കുക, അല്ലെ അവരോട് ഉരിയാടുക, അവരോട് പറയുക. ഇതിനെ പ്രവചനം എന്ന് പറയുന്നു. ഇനി റാ എന്ന ഒരു പദം കൂടെ മൂലഭാഷയിലുണ്ട്. റാ എന്ന് പറഞ്ഞാൽ കാണുക, നോക്കുക, വിഷൻ, കാഴ്ചപ്പാട്. അതാണ് ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ശമൂവേൽ 1-ാം പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. റാ എന്ന മൂലപദമാണ് അവിടെ, ദർശകൻ എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദർശനം കണ്ട്, ദൈവാത്മാവിൽ ദർശനം കണ്ട് അത് പറയുക, അതിനും പ്രവചനം എന്നാണ് പറയുന്നത്. അപ്പോൾ നബായ, നെറ്റാഫ് ആൻഡ് റാ, ഈ 3 പദങ്ങൾ മാത്രമേ പ്രവചനമെന്ന് നമ്മൾ പറയുന്ന ഈ ഒരു കാര്യത്തിന് വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ പറ, പരിശുദ്ധാത്മാവ് ഉച്ചരിക്കുവാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷകൾ സംസാരിച്ചത് പ്രവചനമാണോ അല്ലയോ? അത് പ്രവചനമാണ്. കാരണം ദൈവാത്മ പ്രേരിതരായി അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുകയായിരുന്നു. ചിലർ പറയാനുള്ള സുവിശേഷം പറയാറുണ്ട്. അല്ല, ദൈവാത്മാവ് അന്യഭാഷ നൽകിയത് സുവിശേഷം പറയുവാൻ അല്ല. സുവിശേഷം അതുകൊണ്ട് പറയാമായിരിക്കാം, പക്ഷെ അതല്ല അതിന്റെ ഉദ്ദേശം. അന്യഭാഷയുടെ ഉദ്ദേശം വേറെയാണ്. ഒന്നാമത് അത് അവിശ്വാസികൾക്കുള്ള ഒരു അടയാളം. കാരണം അവിടെ കൂടിയിരുന്നതായ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന അവിശ്വാസികൾക്ക് ഇത് ഭയങ്കരമായ അടയാളമായി. കാരണം അവരുടെ ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അവരെല്ലാം ചേർന്ന് വന്നു. അവരാ വന്ന് ചോദിച്ചു, യജമാനെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട. ഒന്നാമത് മാനസാന്തരം. 2, നമുക്കറിയാം യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റു പറയണം. അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്. വാ കൊണ്ട് ഏറ്റു പറയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷയാകും, രക്ഷയിലേക്ക് വരും. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അടുത്തെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വെള്ളത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ പിതാവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് വല്ലതും ഈ ഒരു കാര്യത്തിൽ അറിയേണ്ട ആവശ്യമുണ്ടോ? സ്നാപകൻ പറഞ്ഞു കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് സ്നാനം എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ ശക്തി ആവസിക്കുന്ന. പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ മേൽ ആവസിച്ച് ആ വിശ്വാസിയെ നിറച്ച് ആ വിശ്വാസിയെ ശാക്തീകരിക്കുന്ന, ക്രിസ്തുവിന്റെ സാക്ഷിയാക്കുന്ന ആ വിശുദ്ധ പ്രയോഗത്തിനാണ്, പ്രക്രിയക്കാണ് പരിശുദ്ധാത്മാവ് സ്നാനം എന്ന് പറയുന്നത്. ഒരു പാപി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങി യേശുവിന്റെ കൽപ്പനയായ സ്നാനം ഏറ്റ് കഴിയുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മ സ്നാനം എന്ന പിതാവിന്റെ വാഗ്ദത്തം ഏൽക്കുവാൻ യോഗ്യനായി കഴിഞ്ഞു. പിന്നെ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ പത്രോസ് അപ്പോസ്തലനെ അമ്പരിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഒരടയാളമായിട്ട് ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നത് അപ്പോസ്തലന്മാർ കേട്ടു, പത്രോസ് കേട്ടു.
അപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് യഹൂദന്മാരുടെ മേൽ മാത്രമല്ല, ഇത് ജാതികളുടെ മേലും, ഇത് ജാതികൾക്കും കൂടെ വാഗ്ദത്തമാണ്. അത് പത്രോസിനെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ദൈവവചനം കേട്ട എല്ലാ ജാതീയരായ ഓരോരുത്തരുടെയും മേൽ, അവിടെ കൂട്ടിരുന്ന എല്ലാവരുടെയും മേൽ, കൊർണേലിയോസിന്റെ ഭവനത്തിൽ കൊർണേലിയോസ് ഉൾപ്പെടെ, കൊർണേലിയോസിന്റെ കുടുംബം ഉൾപ്പെടെ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവുന്നു. അവരെല്ലാം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? പരിശുദ്ധാത്മാവിൽ സ്നാനം ഏൽക്കുമ്പോൾ ആദ്യത്തെ അടയാളമാണ് പ്രവചിക്കുക. അത് അന്യഭാഷകളിൽ ആയിരിക്കാം പ്രവചിക്കുന്നത്, സ്വന്തം ഭാഷയിലും. ഞാൻ ഒരുപക്ഷെ മലയാളത്തിൽ പ്രവചിച്ച, ഞങ്ങളുടെ സഭയില് 4-5 മക്കള് സ്നാനപ്പെട്ട, അവര് പ്രായമായിട്ട് 18-20 വയസ്സൊക്കെ ആയിട്ടാണ് സ്നാനപ്പെട്ടത്. കർത്താവിനെ രക്ഷിതാവ് ഏറ്റുപറഞ്ഞ് അവരുടെ വഴികളെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരം അറിയിച്ച് അവർ സ്നാനപ്പെടണമെന്ന് സഭയിൽ പറഞ്ഞു. അവർക്ക് ബൈബിൾ ക്ലാസ്സിൽ എടുത്തു. ഞങ്ങളുടെ സഭാ പാസ്റ്റർ ആ മക്കളെ സ്നാനപ്പെടുത്തി. അതിൽ 2 പെൺമക്കള് അടുത്ത ഞായറാഴ്ച ആരാധനയുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അവർ പ്രവചിക്കുവാൻ തുടങ്ങി. അതിൽ ഒരു വ്യക്തി അന്യഭാഷയിലാണ് സംസാരിച്ചത്, ഒരു വ്യക്തി മലയാളത്തിലാണ് പ്രവചിച്ചത്. വളരെ കുറെ സമയമുണ്ടായിരുന്നു. മലയാളത്തിൽ അതിഭയങ്കരമാണ് പ്രവചിക്കുവാൻ തുടങ്ങി. ദൈവത്തെ സ്തുതിക്കുവാനും സഭയുടെ ചില കാര്യങ്ങൾ തുറന്നു പറയുവാനും ഒക്കെ, ചിലരെ ശാസിക്കുവാനും ഒക്കെ ആ പെൺകുഞ്ഞ്, ദൈവം ആ കുഞ്ഞിനെ ബലപ്പെടുത്തി. ഇതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. അത് അനുഭവിച്ചവർക്ക് മാത്രമേ, അത് ഏറ്റവർക്ക് മാത്രമേ സംശയരഹിതമായിട്ട് അതിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഒക്കെ സാധിക്കൂ. ഇത് ജീവിതത്തിൽ കരിമ്പ് കണ്ടില്ലാത്ത വ്യക്തി കരിമ്പ് നീരിന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് പോലെയാണ് ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം എതിർക്കുന്നവർ പരിശുദ്ധാത്മാവിൽ സ്നാനം പഠിപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എനിക്ക് വലിയ സന്തോഷവുമുണ്ട്. അതിൽ 2 വ്യക്തികള് എന്നെ ചോദ്യം ചെയ്യുവാനായിട്ട് 2024 ഇവിടെ ഞാൻ ഇരിക്കുന്നിടത്ത് ഇവിടെ കടന്നു വന്നു. ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഏകദേശം 3-4 മണിക്കൂറോളം അവർ 2 പേരും എന്നോട് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ 2 പേർക്കും പൂർണ്ണമായിട്ട് ബോധ്യമായി. അവർ ഇന്നേ വരെ പരിശുദ്ധാത്മാവിൽ സ്നാനം ഏറ്റവരല്ല, ആ ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ്. കാരണം അവരെ ശൈശവം മുതലേ പഠിപ്പിച്ചിരുന്നത് രക്ഷിക്കപ്പെടുന്ന ഉടൻ പരിശുദ്ധാത്മ സ്നാനം കൂടെ ഏൽക്കുന്നു, പിന്നീടാണ് വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് എന്നാണ് അവരെ പഠിപ്പിച്ചിരുന്നത്, അവരുടെ സഭ അവരെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ആ ദൈവമക്കൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ ചേർന്ന് അവർ 2 പേരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് അവരുടെ സഭയിൽ നിൽക്കുവാൻ വയ്യാതെയായി. കാരണം അവിടെ ഇതിനെ എതിർക്കുകയാണ്. അവർ പറയുന്നത് ഇത് ദുരാത്മാവാണെന്നാണ്. പരിശുദ്ധാത്മാവിനെ അവർ പറയുന്നത് ദുരാത്മാവാണെന്നാണ്. നിങ്ങളൊക്കെ അറിയണം, അവർ ഇന്ന് പെന്തക്കോസ്ത് സഭകളില് ആത്മാവിൽ നിറയപ്പെട്ടവരായി കർത്താവിനെ ആരാധിക്കുന്നു. ഇത് വളരെ ഗൗരവമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അവിടെയും ഇവിടെയും അവരിവരും പറയുന്നത് കേട്ട്, യുക്തിവാദികളുടെ സംസാരവും കേട്ട്, പെന്തക്കോസ്തിലെ യുക്തിവാദികളുടെ സംസാരം കേട്ട് നിങ്ങൾ തെറ്റിപ്പോകേണ്ടവരല്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് വ്യക്തമായ അടയാളത്തോടുകൂടി പരിശുദ്ധാത്മാവിൽ സ്നാനം ഇതുവരെയും ഏൽക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിരപ്പ് പ്രാപിച്ച്, കർത്താവുമായിട്ട് നിരപ്പ് പ്രാപിച്ച്, നിങ്ങളെ നീതീകരിച്ച ആ നിർമ്മല രക്തം നിങ്ങളുടെ മേൽ വീഴ്ത്തപ്പെട്ട് കഴുകപ്പെട്ട നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും യേശു കർത്താവ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരും. നിങ്ങളെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കും. നിങ്ങൾ പ്രവചിക്കും, നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കും. നിങ്ങൾ പണ്ടത്തേതിലും ബലമുള്ളവരായിട്ട് യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കും. ഇത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ, ഇവിടെ ഞാൻ എടുക്കുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ളതിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ പുതിയ നിയമപ്രകാരം യേശുക്രിസ്തു പിതാവിൽ നിന്ന് ചോദിച്ചു വാങ്ങി നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ മേൽ വരുമ്പോഴാണ് അത് പരിശുദ്ധാത്മാവിൽ സ്നാനം. എന്നാൽ അതിന് പുതിയ നിയമം ഉറപ്പിക്കപ്പെടുന്നതിന് മുൻപ് പരിശുദ്ധാത്മ നിറവുണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ മേൽ വന്നിട്ടുണ്ട്, ദൈവമക്കളുടെ മേൽ വന്നിട്ടുണ്ട്. അതൊന്നും പരിശുദ്ധാത്മാവിൽ സ്നാനം അല്ല. ഇത് അറിഞ്ഞിരിക്കണം. ഒരു പ്രത്യേക
നിയോഗത്തിനായിട്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിനായിട്ട് മനുഷ്യശക്തി കൊണ്ട് സാധ്യമല്ല എന്നതിനാൽ, ദൈവശക്തി കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ എന്നതിനാൽ ദൈവം ചില സന്ദർഭങ്ങളില് പരിശുദ്ധാത്മാവിനെ ചിലരുടെ മേൽ അയച്ചു. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചു, പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിച്ചു, ദൈവശക്തിയാൽ ശാക്തീകരിച്ചു. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരിക്കണം, പരിശുദ്ധാത്മാവ് ഈ മേൽ വന്ന ധാരാളം അവസരങ്ങൾ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. എന്ന് വെച്ചാൽ പെന്തക്കോസ്തായ്ക്ക് മുമ്പും അത് സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും അടയാളം ഉണ്ടായിരുന്നോ? തിരിച്ചു ചോദിച്ചാൽ ഈ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും യാതൊരു അടയാളവും ഇല്ലാത്തതായിട്ട് ഒരു തെളിവുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പരിശുദ്ധാത്മാ ഒരുവന്റെ മേൽ വരുമ്പോൾ കാണത്തക്ക, അറിയത്തക്ക എന്തെങ്കിലും അടയാളം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അല്ല എങ്കിൽ മറിച്ച് ചോദിച്ചാൽ, എവിടെയൊക്കെ പരിശുദ്ധാത്മ ഒരുവന്റെ മേൽ വന്നോ വിശുദ്ധ വേദപുസ്തകത്തിൽ, അവിടെ എവിടെയെങ്കിലും അടയാളം ഇല്ലാതെ ഇരുന്നിട്ടുണ്ടോ? ഞാൻ എന്റെ മറുപടി ഞാൻ പറയുകയാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവിടെയെല്ലാം വളരെ പ്രകടമായ, വളരെ വ്യക്തമായ അടയാളങ്ങൾ ഉണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവം പോലും ഇല്ല പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നിട്ട് അവനിൽ എന്തെങ്കിലും മാറ്റം കാണാതെ ഇരുന്നത്. കുറച്ചു നേരം ചിന്തിച്ച് അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ശഠിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് അടയാളം ഉണ്ട്. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷീകരിക്കുക. ഇത് ഉപദേശിക്കുകയല്ല, ഇത് സാക്ഷീകരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഏത് കാര്യവും രണ്ടോ മൂന്നോ സാക്ഷികളുടെ സാക്ഷ്യത്താൽ ഉറപ്പിക്കപ്പെടാം, ഇല്ലേ? അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന് വ്യക്തമായ അടയാളം ഉണ്ടായിരിക്കണം. കാരണം വിശുദ്ധ വേദപുസ്തകം ഏകദേശം 10-ലധികം സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ അത് സാക്ഷ്യപ്പെടുത്തും. നമുക്ക് 3 മതി, 2-3 മതി. ഇവിടെ 10-ലധികം സന്ദർഭങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ അടയാളം. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചർച്ചയിൽ അത് തുടരാം. ഞാൻ ഏകദേശം പഴയ നിയമത്തിൽ തന്നെ 15 സന്ദർഭങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാനത് ഏകദേശം പറഞ്ഞു വിടാം. 15 സന്ദർഭങ്ങൾ പഴയ നിയമത്തിൽ ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അടയാളങ്ങൾ സംഭവിച്ചത്. അതിൽ നല്ല ശതമാനവും പ്രവചനമാണ്. ഒന്നാമതായിട്ട് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ വേദപുസ്തകം തുറക്കാം, സംഖ്യാപുസ്തകം എടുക്കാം. സംഖ്യാപുസ്തകം 11:17 എടുത്തേ. 11:17. കർത്താവ് മോശയോട് പറയുകയാണ്, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ. മോശയുടെ മേലുള്ള ആത്മാവ് ഏതെന്ന് നമുക്കറിയാമല്ലോ, ദൈവാത്മാവാണ്. കുറെ എടുത്ത് അവരുടെ മേൽ പകരും. നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. ഇത് കർത്താവ് ഇറങ്ങി വന്ന്, ദൈവം ഇറങ്ങി വന്ന് മോശയോട് പറയുകയാണ്. ഇനി 24 മുതൽ നോക്കാം നമുക്ക്. അങ്ങനെ മോശ ചെന്ന് യഹോവയുടെ വചനങ്ങളെ ജനത്തോട് പറഞ്ഞു. നമ്മൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. പത്രോസ് വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇത് അതാന്ന് ഞാൻ പറയുകയല്ല, ഒരു സന്ദർഭം പറയുക കേട്ടോ, ഒന്ന് കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. മോശെ ദൈവത്തിന്റെ വചനങ്ങൾ ജനത്തോട് പറഞ്ഞു. ജനത്തിന്റെ മൂപ്പന്മാരിൽ 70 പുരുഷന്മാരെ കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ നിന്ന് 70 പേരെ, ഓർത്ത് നോക്കുക, അവിടെ എത്ര ലക്ഷം, 10-20 ലക്ഷം ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് 70 പേരെ തിരഞ്ഞെടുത്ത് കൂടാരത്തിന് മുമ്പിൽ നിർത്തുകയാണ്. എന്നാറേ യഹോവ ഒരു മേഘത്തിലിറങ്ങി അവനോട് അരുളി ചെയ്തു, അവന്മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് മൂപ്പന്മാരായ ആ 70 പുരുഷന്മാർക്ക് കൊടുത്തു. ആത്മാവ്, ശ്രദ്ധിച്ചോണേ, ഈ വാക്ക് ശ്രദ്ധിച്ചോണം, ആത്മാവ് അവരുടെ മേൽ ആവസിച്ചപ്പോൾ അവർ പ്രവചിച്ചു. അപ്പോൾ ഈ ഒന്നാമത്തെ അടയാളത്തിൽ, സന്ദർഭത്തിൽ തന്നെ
ദൈവാത്മാവ് 70 പേരുടെ മേൽ വന്നു. അവരെല്ലാവരും, ഒരാൾ പോലും മാറ്റി നിർത്തിയില്ല കേട്ടോ, എല്ലാവരും പ്രവചിച്ചു. ഒരു പക്ഷെ അന്ന് അവർ പ്രവചിച്ച് അന്യഭാഷയിലായിരിക്കും, നമുക്കറിയില്ല, അത് എഴുതിയിട്ടില്ല. പ്രവചിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രേരിതരായിട്ട് അവർ സംസാരിക്കുവാൻ തുടങ്ങി. ഇനിയും സംഖ്യാപുസ്തകം തന്നെ 24:2 വന്നേ. 24:2. ബിലയാം ശരിക്ക് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. പക്ഷെ പിന്നീട് പിന്മാറ്റത്തിൽ പോയി, പണത്തിന്റെ പുറകെ പോയി, അങ്ങനെ കൊല്ലപ്പെട്ടു. അപ്പൊ ബിലയാം ദൈവത്തിന്റെ പ്രവാചകനായിട്ടിരിക്കുമ്പോൾ ബിലയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി, അവൻ പ്രവചിക്കുവാൻ തുടങ്ങി. അപ്പോൾ ബിലയാമിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൻ പ്രവചിക്കുവാൻ ആരംഭിച്ചു. ഞാൻ വേഗം ഓരോ സന്ദർഭം എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു പോവുക. ന്യായാധിപന്മാർ 3:10. ന്യായാധിപന്മാർ പുസ്തകം തുറന്നേ, 3-ാം അധ്യായം തുറന്നേ, 10-ാം വാക്യം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ആരുടെ മേലാണ്? ഒത്നിയേൽ, കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേലിന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. അവൻ ഇസ്രായേലിന്റെ ന്യായാധിപനായി യുദ്ധത്തിന് പുറപ്പെട്ടു. ഒരു സാധാരണ ഒരു യുവാവായ ഒരു വ്യക്തി, യാതൊരു പരിശീലനവും ലഭിച്ചിട്ടില്ല. അവൻ രാജാവല്ല, പടയാളിയല്ല, അവർക്ക് പട്ടാളമില്ല, ഒന്നുമില്ല, യുദ്ധം എന്തെന്നറിയില്ല. അവന്റെ മേൽ ദൈവാത്മാവ് വന്ന ഉടനെ അവൻ ഒരു വലിയ പടയാളിയാക്കിയിരിക്കുകയാണ്. അതിമാനുഷികമായ ബലം അവനിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാത്മാവ് ഒത്നിയേലിന്റെ മേൽ വന്നപ്പോൾ വളരെ വ്യക്തമായ, ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ ഒരു അടയാളം അവനുണ്ടായി. അടുത്തത് 6:34. ന്യായാധിപന്മാർ 6:34. നിങ്ങൾ എണ്ണിക്കോ. 15 എണ്ണം ഞാൻ പറഞ്ഞിട്ടേ ഇത് നിർത്തത്തുള്ളൂ കേട്ടോ. 15 എണ്ണം. ഇനി ഇവിടെ ഗിദെയോന്റെ കാര്യമാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബീയേസ്യരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. കണ്ടോ? ഒരു സാധാരണ കൃഷിക്കാരന്റെ മകനായിരുന്ന ഗിദെയോൻ. നിങ്ങൾ വായിക്കണം, ഈ ഭാഗങ്ങളെല്ലാം വായിക്കണം. ആ ഗിദെയോന്റെ മേൽ ദൈവാത്മാവ് വന്നപ്പോൾ അവൻ ആളുമാറി. അവൻ രാജാവിന്റെ സ്ഥാനം ഏറ്റെടുത്തു. രാജാവിന്റെ സ്ഥാനം മാത്രമല്ല, അവൻ സൈന്യാധിപനായി അവിടെ സൈന്യത്തെ വിളിച്ചുകൂട്ടി. അവൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. നിമിഷം നേരം കൊണ്ടാണ് ദൈവാത്മാവ് അവന്റെ വരുന്നു. നിമിഷ നേരം കൊണ്ട് അവൻ ആളുമാറി, അവൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, ജയിച്ചു വരികയാണ്. അപ്പോൾ നോക്കിയേ, ദൈവാത്മാവ് ഒരുവന്റെ മേൽ വന്നു. ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാ കേട്ടോ. ആ നിയോഗത്തിന് വേണ്ടിയുള്ള അടയാളം അവനിൽ പ്രത്യക്ഷമായി. ന്യായാധിപന്മാർ തന്നെ 11:29 എടുത്താട്ടെ. 11:29. അപ്പോൾ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു. സാധാരണ മനുഷ്യനാണ്, ഒരു സാധാരണ ഇസ്രായേലിനാണ്. അവൻ ഗിലെയാദിലും മനശ്ശേലും കൂടി കടന്ന് ഗിലെയാദിലെ മിസ്പയിലെത്തി. ഗിലെയാദിലെ മിസ്പയിൽ ചെന്ന് അമ്മോന്യയുടെ നേരെ ചെന്നു, ജയിച്ചു കേട്ടോ. യാതൊരു ശക്തിയും കഴിവുമില്ലാത്ത, ഒരു ബലവുമില്ലാത്ത, ആരാളും അറിയപ്പെടാത്ത ഒരുവന്റെ മേൽ ദൈവാത്മാവ് ഇറങ്ങിയപ്പോൾ അവൻ ആള് മാറുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളെല്ലാം അങ്ങനെയാണ്. അമാനുഷിക ശക്തിയാൽ, ഇതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ സ്വർഗീയ ശക്തിയാൽ, ദൈവീയ ശക്തിയാൽ ബലപ്പെടുമെന്ന്. പഴയ നിയമത്തിൽ അത് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചു. പുതിയ നിയമത്തിൽ അത് സുവിശേഷീകരണത്തിന് ഉപയോഗിക്കുന്ന ആ ബലം, ആ ശക്തി, ഞാൻ പറഞ്ഞ ഭാഷയല്ല, ഉയരത്തിൽ നിന്നുള്ള ശക്തി ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ലോകത്തിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൽ സ്നാനത്തെങ്കിൽ സംഭവിക്കുന്നത്. ഇനിയും അടുത്തത് 13:25 ഉണ്ട്. നിങ്ങളുടെ ശിംശോനെ കുറിച്ചാണ്. ഞാൻ സമയം എടുക്കുന്നില്ല. 14:6 സിംഹത്തെ കീറുന്നത്, 14:19 30 പേരെ കൊല്ലുന്നത്, 15:14 കയർ എരിച്ചു കളയുന്നത്. ദൈവാത്മാവ് അവന്റെ മേൽ വന്നിട്ട്
അപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ 1, 2, 3, 4, 5, 6 സംഭവങ്ങൾ ദൈവാത്മാവ് ഒരുവന്റെ മേൽ വന്നിട്ട് അടയാളം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ കണ്ടു നിൽക്കുന്നവർക്ക് അവന്റെ മേൽ ദൈവാത്മാവ് വന്നു എന്ന് അറിയപ്പെടുമാറ് അവൻ ദൈവശക്തിയാൽ നിറയപ്പെടുന്നത്, അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മള് 1 ശമൂവേൽ 10 വരാം. 1 ശമൂവേൽ 10:10. അവർ അവിടെ ഗിരിയിലെത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു, അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ഇതാരാണ്? ആരെക്കുറിച്ചാ? ഇത് ശൗൽ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു സാധാരണ യുവാവായിരുന്ന, കൃഷിക്കാരന്റെ മകനായിരുന്ന ഒരു യുവാവിന്റെ മേൽ ദൈവാത്മാവ് ശക്തിയോടെ, ഇവിടെ നോക്കിയേ, ആത്മാവും ശക്തിയും. ഇത് നമുക്ക് കർത്താവ് പറഞ്ഞല്ലോ, ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ആ ദൈവാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും, നിങ്ങളെ ബലപ്പെടുത്തും. ദൈവാത്മാവുമായിട്ട് ചേർന്ന് വരുന്ന പ്രയോഗമാണ് ദൈവശക്തി എന്നത്. ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരുവന്റെ മേൽ ശക്തി വരുമ്പോൾ കരിങ്കല്ല് പോലെ ഇരിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. മനുഷ്യൻ ആടുകയും ഉലയുകയും ഇളകുകയും അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യും. ഇത് വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. നിങ്ങളെ ആരും തെറ്റിക്കരുത്. ഇത് കുറച്ച് കാണിക്കാൻ ഇടയാകരുത്. അപ്പോൾ ശമൂവേൽ 10:10 യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ പ്രവചിച്ചു. ഇനി 1 ശമൂവേൽ 11:6 നോക്കിയേ. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു, അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. പിന്നെ ഒരു കാളയെ പിടിച്ച് കണ്ടിക്കുകയാണ്, ഒരേർ കാളയെ പിടിച്ച് കണ്ടിക്കുകയാണ് കണ്ണമായിട്ട്. അപ്പോൾ ഇവിടെ ദൈവാത്മാവ് ശൗലിന്റെ മേൽ ഇറങ്ങിയപ്പോൾ മനുഷ്യനെ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കോപം വന്നിട്ട്, അമാനുഷിക ശക്തി വന്നിട്ട് അവൻ ഒരേ കാളയെ പിടിച്ച് കണ്ണമായി നുറുക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യൻ. ഇത് ദൈവാത്മാവ് ശൗലിന്റെ മേൽ വന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഇനിയും ഇതിനെ 16:13 നമുക്ക് നോക്കാം. 16:13. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. ഇവിടെ ദാവീദ് ദൈവാത്മാവിനാൽ ബലപ്പെട്ട് ശാക്തീകരിക്കപ്പെടുകയാണ്, അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ദൈവാത്മാവ് ആ നിമിഷം മുതൽ ആരുടെ മേലുണ്ട്? ദാവീദിന്റെ മേലുണ്ട്. പിന്നീട് ദാവീദ് എന്തൊക്കെയാ പ്രവർത്തിച്ചതെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദാവീദിന്റെ ചരിത്രം നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അസാധ്യമായ വലിയ കാര്യങ്ങൾ ദാവീദ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ എന്നോട് പറ, ദാവീദിന്റെ മേൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് യാതൊരു അടയാളമില്ലായിരുന്നു? ചിലർ പറയുന്നത് ദൈവാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ഓരോ അടയാളമില്ലെന്നാ. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല, അവൻ അറിയത്തുപോലും ഇല്ല, അങ്ങ് വിശ്വസിച്ചാൽ മതി എന്നാ പറയുന്നത്. ഇവിടെയാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം അതിന്റെ ആത്മാവിൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും വിസമ്മതിക്കുന്നവരുടെ, അവരെന്ത് ചെയ്യും? അവരുടെ ഭാഷയിൽ, അവരുടെ സംസ്കാരത്തിന്, അവരുടെ ചിന്തയ്ക്ക്, അവരുടെ ന്യായീകരണത്തിന് ഉതകുന്ന വിധത്തിൽ വേദപുസ്തക വാക്യങ്ങളെ വല്ലാതെ വ്യാഖ്യാനം ചെയ്തിട്ട് പുസ്തകങ്ങൾ എഴുതും. പാവം പിടിച്ച പെന്തക്കോസ്തുകാരെല്ലാം കൂടെ ആ പുസ്തകങ്ങൾ വായിച്ച് പഠിക്കുക, ആ പുസ്തകങ്ങൾ അവരുടെ ലൈബ്രറി വെക്കുകയും ചെയ്യും. ഞാനെല്ലാം കത്തിച്ചു കേട്ടോ. ഞാൻ വളരെ ധൈര്യത്തോട് പറയുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ആദ്യം ചെയ്തത് എന്റെ ലൈബ്രറി കത്തിച്ചു കളഞ്ഞു. ഏകദേശം 3.5-4 മണിക്കൂറെടുത്ത കത്തി തീരുവാൻ. കാരണം അതുപോലെ പുസ്തകങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കൂട്ടരുടെ ധാരാളം വലിയ വലിയ പുസ്തകങ്ങളുണ്ടായിരുന്നു. വെളിപ്പാട് വ്യാഖ്യാനവും അങ്ങനെ വലിയ വലിയ പുസ്തകങ്ങൾ, അതെല്ലാം കത്തിച്ചു. കാരണം എനിക്ക് മനസ്സിലായി, എന്നെ രക്ഷയിലേക്ക് നയിച്ചത് ആ അറിവൊന്നുമല്ല, കർത്താവിന്റെ കൃപ മാത്രമാണ്. അതിന്റെ പൂർണ്ണ മഹത്വം കർത്താവിന്. ആ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചു, ഞാനിനി എന്ത് പഠിക്കുന്നോ, എന്ത് ചെയ്യുന്നോ, എന്ത് ശുശ്രൂഷിക്കുന്നോ, എന്ത് പ്രസംഗിക്കുന്നോ, എന്ത് പഠിക്കുന്നോ, എന്ത് പഠിപ്പിക്കുന്നോ, അതെല്ലാം വിശുദ്ധ വേദപുസ്തകം, സത്യവേദപുസ്തകം 66 പുസ്തകങ്ങൾ
മാത്രം വായിച്ചിട്ടേ പഠിച്ചിട്ടേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടുകൂടി ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഈ ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടരുടെ പുസ്തകം വായിച്ച് പഠിച്ചവരൊക്കെ ഇപ്പോഴും വീപ്പക്കുറ്റി പോലിരിക്കുകയാണ്, കരിങ്കല്ല് പോലിരിക്കുകയാണ്. അവർക്ക് അനക്കമില്ല. അവർ പറയുന്നു അവർ പരിശുദ്ധാത്മസ്നാനം ഏറ്റവരാണെന്ന്. പക്ഷേ അതിന് തക്കത യാതൊരു മാറ്റങ്ങളോ അടയാളങ്ങളോ അവരുടെ ജീവിതത്തിലോ അവരുടെ വിശ്വാസ ജീവിതത്തിലോ അവരുടെ ശാരീരികമായിട്ടോ ശുശ്രൂഷപരമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരോട് കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ വാഞ്ചിക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കണം, കർത്താവേ എനിക്കൊരു സംശയം തോന്നുന്നു, ഈ പറയുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് പോലെ എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ഞാൻ സ്നാനപ്പെട്ടു എന്നാണ് ഞാൻ ഈ നിമിഷം വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കർത്താവേ, അതിന് തക്കതായ യാതൊന്നും എന്നിൽ നടന്നില്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, ഞാനൊന്നും അനുഭവിച്ചില്ലല്ലോ, എന്നിലൊരു മാറ്റവും വന്നില്ലല്ലോ. എന്റെ കർത്താവേ, ഞാൻ എങ്ങനെയായിരുന്നോ ഇതിനു മുൻപ് അതുപോലെ തന്നെയാണല്ലോ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു, ഞാൻ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുക എന്റെ കർത്താവേ. പക്ഷെ എന്നിൽ ഒന്നും നടന്നിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലാന്ന്, എന്നാലും പരിശുദ്ധാത്മാവിന്റെ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും എന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത് അബദ്ധമായിരുന്നു, എന്റെ എന്തൊക്കെയോ ബുദ്ധിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നത്. വിശുദ്ധ വേദപുസ്തകം ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ ബൈബിൾ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലാക്കിയത്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിന്റെ കരുണ. കാരണം സ്നാപകൻ യേശുക്രിസ്തുവാണ് കേട്ടോ. പരിശുദ്ധാത്മാവിൽ സ്നാനത്തിന്റെ സ്നാപകൻ യേശുക്രിസ്തുവാണ്, വേറെ ആരുമല്ല. ചിലർ പറയുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നത്. അങ്ങനെ അല്ല. യേശു ക്രിസ്തു ആണ് ഒരു വിശ്വാസിയെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നത്. ഇത് വളരെ വ്യക്തമായിരിക്കണം. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ 1 ദിനവൃത്താന്തം 12:18 അമാസ്യായുടെ മേൽ ആത്മാവ് വന്നു പ്രവചിച്ചു. ഞാൻ പറഞ്ഞു വിടുകയാണ്. 2 ദിനവൃത്താന്തം 20:14 യഹസിയേലിന്റെ മേൽ ആത്മാവ് വന്നു പ്രവചിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നതായ 15 സന്ദർഭങ്ങളിൽ ദൈവാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വരികയും അവരിൽ വളരെ വ്യക്തവും വളരെ പ്രകടവുമായ അടയാളങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 100%. ഇതിൽ ഒന്നുപോലും ഇല്ല എന്ന് പറയുവാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. മലയാളം മനസ്സിലാകുന്ന ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. കാരണം വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, ടെക്സ്റ്റുവൽ ആയിട്ട് വേദപുസ്തകം എഴുതിയിരിക്കുക. അത് വ്യാഖ്യാനം വേണ്ട, പൊരുൾ തിരിക്കേണ്ട. ഫിലിപ്പോസ് ഷണ്ണന് പൊരുൾ തിരിക്കേണ്ടി വന്ന പോലെ പൊരുൾ തിരിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയുക. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുക, അവർ പോകുന്നാറെ വെള്ളം കണ്ടിട്ട് ഷണ്ണൻ ഫിലിപ്പോസിനോട് ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തു എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ടെക്സ്റ്റുവൽ ആണ്. അവിടെ വ്യാഖ്യാനമോ പൊരുൾ തിരി ആവശ്യമില്ല. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി. അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി, ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് അതുപോലെ വിശ്വസിച്ചാൽ മതി. ഷണ്ണൻ ഫിലിപ്പോസിന്റെ കരങ്ങളാൽ സ്നാനപ്പെട്ടു. ഇനി വേറൊരു വാക്യമെടുത്ത് അതിനെ മടക്കി തിരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് പൊരുൾ തിരിച്ച് ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം വളരെ വ്യക്തമായിട്ട്, സ്ട്രെയിറ്റ് ആയിട്ട്, ടെക്സ്റ്റുവൽ ആയിട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിന് യാതൊരു വിധത്തിലുള്ള വ്യാഖ്യാനവും ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചാൽ അത് യാതൊരു ഗുണവുമില്ലാത്തൊരു പരിശ്രമമാണ്, ടൈം പാസ് എന്ന് പറയും. അപ്പോൾ ES തോമസ് സാർ എഴുതുന്നു, വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഇത്രയും നേരം സാറിപ്പോഴല്ലേ ജോയിൻ ചെയ്തത്, സാറിന് അറിയില്ലല്ലോ. ഇത്രയും നേരം കേട്ടവർക്ക് സത്യം മനസ്സിലായി. സാർ സ്വല്പം താമസിച്ചു പോയി. ഞാൻ ശരിക്കും ലൈവിന് ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. സാർ കഴിഞ്ഞ പ്രാവശ്യം ജോയിൻ ചെയ്തില്ല, ഇന്നും ജോയിൻ ചെയ്തില്ല. ഇനിയും വെല്ലുവിളി ഇല്ലല്ലോ. സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി പുതിയ നിയമത്തിലേക്ക് വരികയാണ് കേട്ടോ. പഴയ നിയമത്തിലെ 15 സന്ദർഭങ്ങളിൽ ഒരുവന്റെ മേൽ ദൈവാത്മാവ് ആവസിച്ചപ്പോൾ, ഇറങ്ങി വന്നപ്പോൾ വളരെ പ്രകടവും വളരെ വ്യക്തവുമായ അടയാളം നടന്നു. ഇത് സാറിന് എതിർക്കാൻ പറ്റുമോ ഞാനീ പറഞ്ഞത്? ഞാനീ പറയുന്നത് വേദപുസ്തകത്തിലല്ലേ? പഴയ നിയമത്തില് 15 സന്ദർഭങ്ങളില് ദൈവാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. 15 സന്ദർഭങ്ങളേ ഉള്ളൂ, 16 ഇല്ല, 15 ഉള്ളൂ.
ആ 15 സന്ദർഭങ്ങളിലും വളരെ ധൈര്യമുള്ള ചർച്ചയ്ക്ക് ഞാനല്ല ഇരിക്കുന്നേ. ഞാൻ സാറിന് അയച്ചിട്ടുണ്ട് ലൈവ് ജോയിൻ ചെയ്യാനായിട്ട്. സാർ ജോയിൻ ചെയ്യുന്നില്ല. ഈ കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും കേട്ടിട്ട് സാർ ഒരു തീരുമാനം എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സും ഈ ക്ലാസ്സും എന്റെ ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്. അത് സമയമെടുത്ത് സാർ ദയവ് ചെയ്ത് കേൾക്കുക. ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, സാർ ഈ 2 ക്ലാസ്സുകളും ദയവ് ചെയ്ത് വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഈ ക്ലാസ്സുകൾ കേൾക്കുക. കാരണം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ എല്ലാവരും ഇപ്പോൾ ഇവിടെയുള്ള 3 പേരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എന്റെ രീതി എന്ന് പറഞ്ഞാൽ അൺലേണിംഗ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. എന്ത് കാര്യം പഠിക്കാനും എന്ത് ബൈബിൾ ക്ലാസ് എടുക്കാൻ നോക്കിയാലും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺലേണിംഗ് ആണ്. എനിക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരും. എന്നിട്ട് വിശുദ്ധ വേദപുസ്തകത്തോട് ചോദിക്കും, ഇതെനിക്കൊന്ന് പഠിക്കണം. അപ്പോൾ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ വരുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട്, അങ്ങനെയാണ് ഈ ആത്മസ്ഥാനത്തെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ പറയുന്നേ സാറേ ഇതൊന്നും അല്ല പറയുന്നേ, പ്രവർത്തിക്കുന്നില്ലെന്നും ആവർത്തിക്കുന്നില്ല, അങ്ങനല്ല പറയുന്നേ. നമ്മളത് പറയുന്നേ ഇല്ല. നമ്മൾ പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ വിശുദ്ധ വേദപുസ്തകം എന്താണ് ഇങ്ങോട്ട് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അൺലേണിംഗ് എന്ന് പറഞ്ഞല്ലോ. സാർ ആദ്യം അൺലേൺ ചെയ്യുക. സാറ് ഒത്തിരി അറിവും ഒക്കെ ആയിട്ട് തലച്ചോറ് നിറച്ചിരിക്കുകയാണ്. അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് 0യിലേക്ക് വരണം. ഞങ്ങളതാ ചെയ്യുന്നത്. ഈ ഒരു വിഷയം ഞാൻ ഈ 10 വർഷമായിട്ട് പഠിപ്പിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഈ ബൈബിൾ ക്ലാസ് ആരംഭിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്നെ അൺലേൺ ചെയ്തു. ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താണ്, ഇങ്ങനെ പറയുന്നത് എന്താണ്? അതിന് ഉത്തരമാണ് ഈ വരുന്നത്. കഴിഞ്ഞ ക്ലാസ് മുഴുവൻ അങ്ങനെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയാണ്, അല്ലാതെ ഉള്ള അറിവ് പറയുകയല്ല. ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത് എന്റെ തലമണ്ടയ്ക്കകത്തുള്ള അറിവ് പറയുകയല്ല. സാറ് ചെയ്യുന്നത് സാറിന്റെ തലമണ്ടയ്ക്കകത്തുള്ള അറിവ് പറയുക. ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ചെയ്യുന്നത് വേദപുസ്തകത്തിലുള്ള അറിവ് എന്റെ തലമണ്ടയിലോട്ട് കൊണ്ടുവന്നിട്ട് എന്റെ വായിലൂടെ പുറത്തു വരുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്റേതായിട്ടൊന്നും ഇതിനകത്ത് ഇടുന്നില്ല. അപ്പോൾ പഴയ നിയമത്തില് വളരെ വ്യക്തമായി 15 ഇടങ്ങളില് ദൈവാത്മാവ് ഒരു പ്രത്യേക സാഹചര്യത്തില് പ്രത്യേക നിയോഗത്തിന് വേണ്ടി എന്തു ചെയ്തു? മനുഷ്യന്റെ മേൽ വന്നു. ദൈവാത്മാവ് മനുഷ്യന്റെ മേൽ വന്നിടത്തെല്ലാം വ്യക്തമായ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നോക്കുമ്പോൾ ഇവന്റെ മേൽ ദൈവാത്മാവ് വന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ, നോക്കി നിന്നവർക്ക് പറയത്തക്ക വിധത്തിൽ അടയാളം ഉണ്ടായിരുന്നു. ഇത് സാക്ഷ്യമാണ്. ഇത് ഞാൻ എന്റെ മൊബൈൽ നെറ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മൊബൈലിൽ കോൾ വരും, ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഇത് വേദപുസ്തകത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്, അല്ല ഉപദേശമല്ല. വേദപുസ്തകം ഇത് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ഉപദേശിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നമ്മൾ ഉപദേശമേ പറയുന്നില്ല. ഇപ്പോഴും നമ്മൾ പറയുന്നത് വേദപുസ്തകം ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, 2 or 3 സാക്ഷികളുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നു. ഇവിടെ 15 സന്ദർഭങ്ങളാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരണം. പുതിയ നിയമത്തിൽ എവിടെയെല്ലാമാണ് പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എത്ര സന്ദർഭങ്ങളുണ്ട്? പുതിയ നിയമത്തില് 1, 2, 3, 4 സന്ദർഭങ്ങളിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഒരുവന്റെ മേൽ വന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 സന്ദർഭങ്ങൾ. ഈ 4 സന്ദർഭങ്ങൾ അടയാളം ഉണ്ടായിരുന്നോ? നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്കറിയാം, പ്രവൃത്തി 2, 3, 4. നമുക്കത് കാണാതിരി എന്നാലും അത് എടുത്തു തന്നെ പോവാം. പ്രവൃത്തി 2, 3, 4. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ, ഓരോരുത്തന്റെ ഉള്ളിലല്ല, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ പ്രവചിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. ഞാൻ ഈ ക്ലാസിന്റെ ആദ്യം പറഞ്ഞിരുന്നു ഈ പ്രവചനം എന്താണെന്നുള്ളത്. അത് കേട്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒന്നാമത് വ്യക്തമായ അടയാളമാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ, എത്ര പേരുണ്ടാവും നമുക്കറിയില്ല, എത്രയും പേരായിക്കോട്ടെ, 500, 200, 300 എത്ര ആയിക്കോട്ടെ, അത്രയും പേരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. വ്യക്തമായ അടയാളം 1. ഇനി 2,
പ്രവൃത്തി 8:17-18. പ്രവൃത്തി 8 നമുക്കറിയാമല്ലോ, ഫിലിപ്പോസിന്റെ ശമരിയയിലെ പ്രവൃത്തികളാണത്. 17-18. അവരുടെ മേൽ, അവരെന്നൊക്കെയുള്ള പിന്നെ ഉള്ള കാര്യങ്ങളാണ്, ഞാൻ ആ വിഷയം മാത്രം എടുക്കുന്നത്. അവരുടെ മേൽ, അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഇവിടെ അപ്പോസ്തലന്മാർ ശമരിയിൽ വന്നിട്ട് അവരുടെ മേൽ കൈവച്ച് അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുക. അവർ പരിശുദ്ധാത്മാവരുടെ മേൽ വരികയാണ്. എന്നിട്ട് അവിടെ അടയാളം വല്ലതും ഉണ്ടോ ചോദിക്കേണ്ട ചോദ്യം. അവിടെ അന്യഭാഷ പറഞ്ഞായിട്ട് എഴുതിയിട്ടില്ല, പ്രവചിച്ചായിട്ട് എഴുതിയിട്ടില്ല, അല്ലെ വലിയ അത്ഭുതങ്ങൾ നടന്ന് എഴുതിയില്ല. പക്ഷെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. ശിമയോൻ കണ്ടപ്പോൾ മനസ്സിലായി, അപ്പോസ്തലന്മാർ ഒരുവന്റെ മേൽ കൈവച്ചപ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് ശിമയോന് മനസ്സിലായി, കണ്ടു നിന്നവന് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അടയാളം ഉണ്ട്. ആ അടയാളം എന്തെന്ന് അപ്പോസ്തല പ്രവൃത്തികളെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് അവിടെ അടയാളം ഇല്ല എന്നല്ല, അവിടെ വ്യക്തമായ അടയാളം ഉണ്ട്. എന്ത് അടയാളമാണെന്ന് നമുക്കറിയില്ല. അമാനുഷ്യ പ്രവൃത്തികളായിരിക്കാം, പ്രവചനമായിരിക്കാം, എല്ലാവരും കൂടെ അന്യഭാഷയിൽ പറയുന്നതായിരിക്കാം, അല്ലെ രോഗശാന്തി അവിടെ നടന്നിരിക്കാം, ഭൂതങ്ങൾ അല്ലയിൽ പോയിരിക്കാം, അതൊക്കെ സംഭവിച്ചിരിക്കാം, നമുക്കറിയില്ല. വിശുദ്ധ വേദപുസ്തകത്തിലുള്ള അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുമല്ലേ, ചിലർ ദർശനങ്ങൾ കണ്ടിരിക്കാം, യോവേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ ദർശനങ്ങൾ കണ്ടിരിക്കാം, എന്തുകൂടെ സംഭവിച്ചിരിക്കാം. പക്ഷേ നോക്കി നിന്ന ശിമയോന് മനസ്സിലായി, അവിടെ ഒരുവന്റെ മേൽ ഈ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ, പത്രോസ് കൈവച്ചപ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നും അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്നും അവൻ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ടു, ദൈവശക്തിയാൽ ബലപ്പെട്ടു എന്നും വ്യക്തമായിട്ട് മനസ്സിലായി. മുൻപോട്ട് പോവുകയാണ്. പ്രവൃത്തി 10:44-45 നമുക്കറിയാം, പത്രോസ് ഈ വചനങ്ങളെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ മൂന്നാമത്തെ സന്ദർഭത്തിലും പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നപ്പോൾ, ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറയുന്നത് സ്നാനം എന്ന കാര്യമല്ല, ഒരുവന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ സന്ദർഭങ്ങൾ നമ്മൾ പഠിക്കുകയാണ് കേട്ടോ. ഒരുവന്റെ മേൽ വന്നപ്പോൾ, അപ്പോൾ ആ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുവാൻ അഥവാ പ്രവചിക്കുവാൻ ആരംഭിച്ചു. പ്രവൃത്തി 19:5-6 നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എഫേസോസില് സ്നാപക യോഹന്നാന്റെ ശിഷ്യരായിരുന്ന 12 പേരോളം ഉണ്ടായിരുന്നു. അവിടെ പൗലോസ് ചെന്നിട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവരെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവിടെ സ്നാനം കഴിഞ്ഞ നിമിഷം പൗലോസ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാവരുടെയും 12 പേരുടെയും മേൽ ദൈവാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷയും പ്രവചനം ചേർന്ന് വരുന്ന കാര്യമാണ്. ഞാൻ ഈ ക്ലാസിന്റെ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് തിരികെ പോയി കാണാതെ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ കണ്ട 19 സന്ദർഭങ്ങളിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവാത്മാവ് ഒരു മനുഷ്യന്റെ മേൽ വരുന്ന 19 സന്ദർഭങ്ങളിൽ 19 സന്ദർഭങ്ങളിലും വളരെ വ്യക്തമായ അടയാളം ഉണ്ട്. പ്രവചനം, അമാനുഷ പ്രവൃത്തികൾ, അന്യഭാഷ, ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ മേൽ, ഇന്ന് ഒരു വിശ്വാസികളുടെ മേൽ ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നാൽ, അഥവാ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ സ്നാനം പെട്ടാൽ, ആ നിമിഷം ആ വ്യക്തിയിൽ വളരെ പ്രകടമായ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ഉപദേശിക്കുകയല്ല, ഇത് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ സാക്ഷ്യം വെച്ച് നോക്കിയപ്പോൾ ഞാൻ ചിന്തിക്കണം, കർത്താവെ, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടു വന്നു, പക്ഷെ ഈ നിമിഷം വരെ എനിക്ക് ഒരു അടയാളം ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും അറിയാനേ സാധിച്ചിട്ടില്ല. കണ്ടു നിന്നവർക്കും അറിയാൻ സാധിച്ചിട്ടില്ല, എനിക്കും അറിയാൻ സാധിച്ചിട്ടില്ല. എന്റെ കർത്താവെ, എന്നിൽ പരിശുദ്ധാത്മാവ് സ്നാനം ഉണ്ടോ? ഞാനത് ഏറ്റവനാണോ? അതോ ഞാൻ വെറും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് നടക്കുന്നവനാണോ? നിങ്ങൾ കർത്താവിന് ചോദിക്കണം. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായ കാര്യമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. പരിശുദ്ധാത്മാവിൽ സ്നാനമില്ലാതെ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി മരണം വരെയോ കർത്താവിന്റെ വരവ് വരെയോ നിൽക്കാൻ വലിയ പ്രയാസമാണ്. കർത്താവിന്റെ ബലം വേണം, ദൈവത്തിന്റെ കൃപ വേണം, സ്വർഗീയ ശക്തി നമ്മുടെ മേൽ ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് അനേകരെ നേടുവാൻ സാധിക്കൂ. ഇത് ലഭിച്ചു എന്ന് വ്യാജമായി വിശ്വസിച്ചു നടക്കുന്ന ഒത്തിരി പേരുണ്ട്.
ഞാൻ അവരോടൊക്കെ പറയുകയാണ്, നിങ്ങളെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ സാക്ഷ്യവുമായി തുലനം ചെയ്ത് നോക്കണം. വിശുദ്ധ വേദപുസ്തകം 19 സ്ഥലങ്ങളിൽ പറയുന്നു പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന് മേൽ വന്നുവെന്ന്. ആ 19 സ്ഥലങ്ങളിലും വ്യക്തമായ അടയാളം പ്രദർശിപ്പിച്ചിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് ആ വിശ്വാസിയെ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു സ്നാനപ്പെടുത്തുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പ് പറയുന്നു, വിശുദ്ധ വചനത്തിന് സാക്ഷ്യം മുൻനിർത്തി പറയുന്നു, അതിൽ അടയാളം ഉണ്ടായിരിക്കും. അന്യഭാഷയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ പ്രവചിക്കുന്നവനായിട്ട് ആകുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിശുദ്ധാത്മ വരം ലഭിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായ അമാനുഷിക ശക്തി ലഭിച്ചേക്കാം, നിങ്ങളല്ലേ ദർശനം കാണുന്നവരായി തീർന്നേക്കാം, നിങ്ങൾ വലിയ വലിയ സ്വപ്നം കാണുന്നവരായി തീർന്നേക്കാം. ഇതൊക്കെ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യോവേൽ പ്രവചനം നിങ്ങൾ വായിക്കണം. ആ യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളിൽ ഒന്നെങ്കിലും, അല്ലെ വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന അടയാളങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് വളരെ പ്രയാസത്തോടെ പറയേണ്ടി വരും, താങ്കൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവൻ അല്ല. കുറച്ചു മുമ്പ് എന്നോട് ചർച്ച ചെയ്തതായ ES തോമസ് സാർ, അതുപോലെ തന്നെ ജോർജ് അച്ചായൻ, ഇവരൊക്കെ ഇതിനെതിരായിട്ട് ശക്തമായിട്ട് വാദിക്കുന്നവരാണ്. ഞാൻ അവരോട് വീണ്ടും ചോദിക്കുന്നു, വിശുദ്ധ വേദപുസ്തകം 19 സന്ദർഭങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്ന ആ അടയാളങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനല്ല. ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല, എനിക്കറിയില്ല, അത് നിങ്ങൾക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. പക്ഷെ ഉണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ശതമാനം വരെ തീർച്ച കൽപ്പിക്കാൻ പറ്റും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ സ്നാനപ്പെട്ടവരായതുകൊണ്ട് അത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റതാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് നിങ്ങളോട് പറയുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു വെച്ചിരിക്കുന്നതായ അബദ്ധ ഉപദേശങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് കഴുകിക്കളയുവാൻ കർത്താവിനോട് നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളൊക്കെ എന്റെ ബുദ്ധിയിൽ നിന്ന് മായ്ച്ചു കളയണമേ. ഞാനൊരു ശിശുവിനെ പോലെ പാഠം 1 മുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. തീർച്ചയായിട്ടും കർത്താവ് അതിന് അവസരങ്ങൾ ഒരുക്കും. ഒന്നാമത് ലൂദിയയുടെ ഹൃദയം തുറന്നതുപോലെ നിങ്ങളുടെ ഹൃദയം തുറക്കപ്പെടും. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറച്ച് ഭയങ്കര ബുദ്ധിയും അറിവും ജ്ഞാനവും ഈ ലോകത്തിലെ പല കാര്യങ്ങളുമാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കി അതിനെ ഒന്ന് എംപ്റ്റി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് നിങ്ങളിൽ നിറയപ്പെടുവാനിടയാകും. നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടും. നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കാം, പ്രവചിക്കാം, നിങ്ങൾ സ്വപ്നങ്ങളെ കാണാം, ദർശനങ്ങളെ കാണാം. ഞാൻ ഈ പറയുന്നത് ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്വപ്നം കേട്ടോ. എല്ലാ ദിവസവും അതും സ്വപ്നം കാണുന്നതല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവിന്റെ സ്വപ്നം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന സ്വപ്നങ്ങളായിരിക്കും. ദൈവത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ദൈവത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ദർശനങ്ങൾ. അല്ലെ, ഒരു വിശ്വാസി ഒരു ദർശനം കണ്ടതല്ല, അത് നമ്മൾ എപ്പോഴും കാണുന്ന, മറ്റുള്ളവരെ കുറിച്ച് ദർശനങ്ങൾ കാണുന്ന ആ ദർശനമല്ല. ഇവിടെ സ്വപ്നവും ദർശനവും എന്ന് പറയുന്നത് ദൈവ മഹത്വത്തിനായിട്ട് ദൈവത്തിന്റെ ഉൾപ്പൂവുകളെ, ദൈവത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എങ്കിൽ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം എന്നോടൊപ്പം ചിലവഴിച്ച ഓരോരുത്തരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഇത് റീവൈൻഡ് ചെയ്ത് കാണണം, ആദ്യം മുതൽ കാണണം. വളരെ മാർമികമായ കാര്യങ്ങൾ ഇതിന്റെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമടിയായിരിക്കാം. നമുക്ക് ഇന്ന് പ്രാർത്ഥനയോടെ നമുക്ക് രൂപാന്തരം പ്രാപിച്ചവരായി നാളെ സഭായോഗത്തിന് കടന്നു ചെന്ന് കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ, കൈനീട്ടുവാനായിട്ട് നമ്മെ ശക്തരാക്കുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.